പടിപ്പുര വീട്ടിൽ പത്മാവതിയും മകൻ സൂരജും മരുമകൾ ദീപ്തിയും ഒരു കാലത്ത് ടെലിവിഷൻ പ്രേക്ഷകരെ പിടിച്ചിരുത്തിയവരാണ്. പരസ്പരം പരമ്പര അവസാനിച്ചിട്ട് നാളേറെയായെങ്കിലും സൂരജും പത്മാവതിയും ദീപ്തിയും ഒക്കെ ഇന്നും നമുക്ക് മുന്നിൽ ചർച്ചയാവാറുണ്ട്. പരമ്പരയുടെ ക്ലൈമാക്സ് ട്രോളർമാർ ആഘോഷമാക്കിയിരുന്നു. ആഗ്രഹിച്ച പോലൊരു അവസാനമായിരുന്നില്ല അതെന്നായിരുന്നു ആരാധകരും പറഞ്ഞത്. ക്ലൈമാക്സിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ തിരുത്തിയാൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞതായി താരങ്ങളും വ്യക്തമാക്കിയിരുന്നു. ആ നിർദ്ദേശം പരിഗണിക്കാതെ പോവുകയായിരുന്നു എന്നാണ് പ്രധാന താരങ്ങൾ പ്രതികരിച്ചത്. രേഖ രതീഷിന്റെ കരിയർ ബെസ്റ്റ് കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു പടിപ്പുര വീട്ടിൽ പത്മാവതി. പരസ്പരത്തിലെ നായകനുമായ വിവേക് ഗോപനും ഗായത്രി അരുണും മികച്ച പിന്തുണയായിരുന്നു ആരാധകർ നൽകിയത്. പഠിച്ച് IPSകാരിയാവാനായി ആഗ്രഹിച്ച ദീപ്തി സൂരജ് എന്ന ബേക്കറിക്കാരന്റെ ഭാര്യയാവുന്നതിലൂടെയാണ് കഥ തുടങ്ങുന്നത്. മരുമക്കൾ അടുക്കളയിൽ ഒതുങ്ങണമെന്ന പത്മാവതിയുടെ നിലപാട് തിരുത്തി എഴുതുകയായിരുന്നു ദീപ്തി. തുടക്കത്തിലെ വില്ലത്തരമൊക്കെ മാറ്റി സ്നേഹത്തിന്റെ നിറകുടമായി മാറുകയായിരുന്നു പത്മാവതി പിന്നീട്. IPSകാരിയിലേക്കുള്ള ദീപ്തിയുടെ യാത്ര ദുർഘടമായിരുന്നു. കുടുംബത്തിൽ നിന്നുള്ള എതിർപ്പുകൾ കൂടാതെ സഹപാഠികളിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിരുന്നു. 10ാം ക്ലാസ്സുകാരനായ സൂരജിനെ തുടർ പഠനത്തിന് വിടാതെ ബേക്കറി ബിസിനസ്സിൽ തളച്ചിട്ട പത്മാവതി അത് തെറ്റായ തീരുമാനമായിരുന്നു എന്ന് മനസ്സിലാക്കിയത് ദീപ്തിയുടെ വരവോടെയായിരുന്നു. എതിർത്തവരെ കൊണ്ടുവരെ കൈയടിപ്പിച്ചായിരുന്നു ദീപ്തി മുന്നേറിയത്. തുടക്കത്തിൽ മികച്ച നിലവാരം പുലർത്തിയിരുന്നു പരമ്പര. ക്ലൈമാക്സിനെ കുറിച്ച് സമ്മിശ്ര അഭിപ്രായങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. കുങ്കുമപ്പൂവിലെ വില്ലത്തിയായി തിളങ്ങി നിന്ന സമയത്ത് ഇടയ്ക്കൊരു ദിവസം പരസ്പരത്തിലും അഭിനയിച്ചതിനെ കുറിച്ച് നടി അശ്വതി പറയുന്നുണ്ട്. അഭിനയ മേഖലയിലേക്ക് വീണ്ടും എത്തുന്ന സന്തോഷം കഴിഞ്ഞ ദിവസം താരം പങ്കുവച്ചിരുന്നു. 9 വർഷത്തെ ഇടവേള അവസാനിപ്പിക്കുകയാണ്. സൂസു സുരഭിയിലൂടെയായി ഞാൻ വീണ്ടും എത്തുകയാണ്. നിങ്ങളുടെ സ്നേഹവും പിന്തുണയും വേണമെന്നുമായിരുന്നു താരം പറഞ്ഞത്. അത്തിമുറ്റത്തും സ്നേഹതീരത്തും വഴക്കിട്ട് ആരും മിണ്ടാതായപ്പോൾ അമല പടിപ്പുര വീട്ടിലെ പത്മാവതിയോടൊന്ന് ഇണങ്ങാൻ പോയതാ. അവർക്ക് അമലയെ നല്ല ബോധ്യമുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു അടുപ്പിച്ചില്ല. കുങ്കുമപ്പൂവിൽ നിന്ന് പരസ്പരത്തിലേക്ക് ഒരു ദിവസം പോയതാണ്. താങ്ക് യു ധനീഷ് ഏട്ടാ വീഡിയോ അയച്ചു തന്നതിന്. ആരെങ്കിലും ഈ എപ്പിസോഡ് കണ്ടിട്ടുണ്ടായിരുന്നോ? ടെലികാസ്റ്റ് സമയത്ത് എനിക്ക് കാണാൻ പറ്റാതിരുന്ന വിഷമം 11 വർഷങ്ങൾക്ക് ശേഷം മാറിക്കിട്ടിയെന്നാണ് അശ്വതി കുറിച്ചത്. കുങ്കുമപ്പൂവിലെ വില്ലത്തിയായി തിളങ്ങി നിന്ന സമയത്ത് ഇടയ്ക്കൊരു ദിവസം പത്മാവതിയുടെ ഒപ്പം പരസ്പരത്തിലും അഭിനയിച്ചു. അശ്വതിയുടെ ഈ പോസ്റ്റ് ഇപ്പോൾ ചർച്ചയാവുകയാണ്. 9 വർഷത്തെ ഇടവേള അവസാനിപ്പിക്കുകയാണ് എന്ന് താരം സന്തോഷത്തോടെ പറയുന്നു. ദീപ്തിയുടെ അമ്മായിയമ്മയല്ലേ എന്ന് അമല ചോദിക്കുമ്പോൾ ഞാൻ ദീപ്തിയുടെ അമ്മായിയമ്മയല്ല, എൻ്റെ മരുമകളായിരുന്നു അവൾ എന്നായിരുന്നു പത്മാവതിയുടെ മറുപടി. ആന്റി എന്താണ് ഇങ്ങനെ പറയുന്നത്? ഞാൻ കല്യാണത്തിന് വന്നിരുന്നു, എന്നെ മനസ്സിലായില്ലെന്ന് ചോദിച്ചപ്പോൾ ആ മുഖപരിചയം തോന്നിയെന്നായിരുന്നു മറുപടി. നമ്പർ ഇല്ലാത്തത് കൊണ്ടാണ് വിളിക്കാതിരുന്നത്, അല്ലെങ്കിൽ അവൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയപ്പോൾ തന്നെ വിളിച്ചേനെ എന്നും അമല പറയുന്നുണ്ട്. എന്ത് വലിയ റാങ്കുകാരിയാണെങ്കിലും സത്യം മറച്ചുവെച്ച് കല്യാണം നടത്തിയത് കുടുംബത്തിൽ ചേർന്നവർക്ക് പറ്റിയ കാര്യമല്ലെന്നായിരുന്നു പത്മാവതിയുടെ കൂടെയുണ്ടായിരുന്ന സ്ത്രീ പറഞ്ഞത്. ഈ രംഗം കണ്ടിരുന്നുവെന്നായിരുന്നു പ്രേക്ഷകരുടെ കമന്റുകൾ. എന്താണെങ്കിലും ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ വലിയ രീതിയിലാണ് പ്രൊമോഷൻസ് ലഭിക്കുന്നത്. കാരണം അശ്വതിയുടെ വീഡിയോകളെല്ലാം നിമിഷ നേരം കൊണ്ട് വൈറലായി മാറാറുമുണ്ട്.